പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ സിംഹവും കുറുക്കനും ജീവിച്ചിരുന്നു. പ്രഭു, പണ്ടത്തെ പോലെ ഇപ്പൊ നമുക്ക് ഇരകളെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന സത്യം നമ്മൾ ഇനി മനസ്സിലാക്കിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കും. എന്നാലും ഈ കാടിന് ഇതെന്ത് പറ്റി? പണ്ടൊക്കെ എന്തോരം മൃഗങ്ങളായിരുന്നു. മുയലുകൾ, മാനുകൾ. ഹോ, ആലോചിക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. എല്ലാവർക്കും വിവരം വെച്ചു പ്രഭു. എന്ത്? അല്ല, എല്ലാവരും വീട്ടിൽ ടിവിയിലും മൊബൈലിലും കുത്തിയിരിപ്പല്ലേ. പിന്നെ എങ്ങനെ കാട്ടിലേക്ക് ഇറങ്ങാൻ നേരം കാണും? അത് ശരിയാണ്. പിന്നെ പഴയ പോലെ ഇപ്പോൾ ഓടിച്ചാടി ഇര പിടിക്കാനൊന്നും വയ്യടാ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? സമയാസമയം ഭക്ഷണം കഴിക്കണ്ടേ? അത് ശരി. എന്ത് ചെയ്യണമെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ നിന്നെ മന്ത്രിയാക്കി വെച്ചത് എന്തിനാ? ആലോചിക്കടോ. അങ്ങനെ അവർ രണ്ടുപേരും തല പുകഞ്ഞ് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് കുറുക്കൻ ഒരു സൂത്രം കണ്ടെത്തി. പ്രഭു, ഒരു ഐഡിയ. തല്ല് കിട്ടുന്ന ഐഡിയ വല്ലതുമാണേ പറയണ്ട. ഇത്തവണ തല്ല് കിട്ടില്ല. കാട്ടുമുത്തപ്പനാണേ സത്യം. പറ കേൾക്കട്ടെ. അങ്ങയുടെ കാലം കഴിയാറായി. ആര് പറഞ്ഞു? നിന്നെ ഞാൻ? അയ്യോ പ്രഭു, അങ്ങനെയല്ല. ഞാൻ ഐഡിയ പറയട്ടെ. ഐഡിയ ആയിരുന്നോ? പറ. അങ്ങയുടെ കാലം കഴിയാറായി എന്നും മരിക്കുന്നതിനു മുമ്പ് അങ്ങയുടെ സമ്പത്തെല്ലാം ഈ കാട്ടിലെ പാവപ്പെട്ട മൃഗങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നും അതിന് അങ്ങ് ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാട്ടിൽ പാട്ടാക്കാം. സൗകര്യം പോലെ ഓരോരുത്തരായി വന്ന് അവനവന് കിട്ടാനുള്ളത് ഇവിടെ ഗുഹയിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. എങ്ങനെയുണ്ട്? സബാഷ്. നിന്നെ വെറുതെയല്ല കുറുക്കൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ വേഗം ചെല്ല്. വിശന്നിട്ട് വയ്യ. ഓരോരുത്തരോടുമായി വരാൻ പറ. അങ്ങനെ കുറുക്കൻ അവിടെ നിന്നും പുറപ്പെട്ടു. അപ്പോഴാണ് അതുവഴി ഒരു കിളി പറന്നു വന്നത്. കാട്ടിലെ പത്രമാണ് വായാടിക്കിളി. കാട്ടിൽ എല്ലായിടത്തും വാർത്ത എത്തിക്കുന്നത് ഈ വായാടിക്കിളിയാണ്. കുറുക്കൻ വായാടിക്കിളിയെ കണ്ടതും പറഞ്ഞു, തേടിയ വള്ളി കാലിൽ ചുറ്റി. ഇവളോട് തന്നെ ആ ഐഡിയ പറയാം. ഹായ് കിളിപ്പെണ്ണേ, രാവിലെ തന്നെ എങ്ങോട്ടാണ് യാത്ര? കുട്ടികൾക്ക് ഭക്ഷണം തേടി ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. എന്താ? എന്തു പറ്റി? നമ്മുടെ സിംഹരാജാവിന്റെ കാലം കഴിയാറായി. മരിക്കുന്നതിനു മുമ്പ് രാജാവിന്റെ സമ്പത്തെല്ലാം ഈ കാട്ടിലെ പാവപ്പെട്ട മൃഗങ്ങൾക്ക് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതിന് രാജാവ് തന്നെ ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സൗകര്യം പോലെ ഓരോരുത്തരായി വന്ന് അവനവന് കിട്ടാനുള്ളത് ഗുഹയിൽ നേരിട്ട് ചെന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും വായാടിക്കിളി പിന്നെ അവിടെ നിന്നില്ല. ചൂട് വാർത്തയല്ലേ. അവൾ കാട് മുഴുവൻ പറന്ന് നടന്ന് ഈ വിവരം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇനി ബാക്കി കാര്യം അവൾ നോക്കിക്കോളും. ചൂടുള്ള വാർത്തയുമായി വായാടിക്കിളി ആദ്യം പോയത് മാനിന്റെ അടുത്തേക്കായിരുന്നു. അവൾ ഈ കാര്യം മാനിനെ അറിയിച്ചു. ഇത് കേട്ടതും മാൻ അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടനാണെന്ന് കരുതിയ നമ്മുടെ സിംഹരാജാവ് ഇത്തരം ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതെ, എന്തായാലും വെറുതെ കിട്ടുന്നതല്ലേ, എന്തിനു വിട്ടുകളയണം? വേഗം ചെന്ന് ഞാൻ ബാക്കിയുള്ളവരെ കൂടെ ഇത് അറിയിക്കട്ടെ. അങ്ങനെ വായാടിക്കിളി ചൂടുള്ള വാർത്ത ഓരോരുത്തരോടും ചെന്ന് പറഞ്ഞു. ചിലർ കേട്ട പാതി കേൾക്കാത്ത പാതി സിംഹത്തിന്റെ ഗുഹയിലേക്ക് വെച്ചു പിടിച്ചു. സിംഹത്തിന്റെ ഗുഹയിലെത്തിയ മൃഗങ്ങൾക്കെല്ലാം കിട്ടേണ്ടത് കിട്ടിയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സിംഹത്തിന്റെ സൂത്രം ഫലിച്ചു. കുറച്ചു ദിവസത്തേക്ക് കുറുക്കനും സിംഹത്തിനും നല്ല ഭക്ഷണം തരമായി. ഇതൊന്നും അറിയാതെ ഒരു മുയൽ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കരടി അതുവഴി നടന്നു വന്നത്. കരടിയെ കണ്ടതും മുയൽ ചോദിച്ചു, ഹായ് കരടി ചേട്ടാ, എങ്ങോട്ടാ പതിവില്ലാതെ ഒരു യാത്ര? അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? കരടി കിളിപ്പെണ്ണ് പറഞ്ഞ കാര്യം മുയലിനോട് പറഞ്ഞു. ഇത് കേട്ട മുയൽ ചിന്തിച്ചു, ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ. കിളിപ്പെണ്ണിനോട് ആരാണ് ഈ കാര്യം പറഞ്ഞത്? അതറിയില്ല.
ഞാനെന്തായാലും സിംഹരാജാവിന്റെ ഗുഹയിലേക്ക് പോവുകയാണ്. നീ വരുന്നുണ്ടോ? ഇല്ല, പോകാൻ വരട്ടെ. ഇതിലെന്തോ ചതിയുണ്ട്. ചതിയോ? എന്ത് ചതി? ഞാനൊന്ന് കിളിപ്പെണ്ണിനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, കിളിപ്പെണ്ണല്ലേ? അതെ, ഞാൻ പിങ്കി മുയലാണ്. ഞാൻ ഒരു വാർത്ത കേട്ടു. അത് ശരിയാണോ എന്ന് അറിയാൻ വിളിച്ചതാണ്. നിന്നോട് ഈ വാർത്ത ആരാണ് പറഞ്ഞത്? എന്നോട് മന്ത്രിക്കുറുക്കനാണ് പറഞ്ഞത്. ഗുഹയിൽ പോയ മൃഗങ്ങൾ ആരെങ്കിലും പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? അതറിയില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഇനി പോകണ്ട. ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. ഇതിലെന്തോ ചതിയുണ്ട്. അങ്ങനെ മുയലും കരടിയും കൂടി ഒരുമിച്ച് സിംഹരാജാവിന്റെ ഗുഹ ലക്ഷ്യമാക്കി നടന്നു. ഗുഹയ്ക്കരികിൽ എത്തിയതും മുയൽ പറഞ്ഞു, കരടിച്ചേട്ടൻ ഇവിടെ നിൽക്ക്. ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. മുയൽ ഗുഹയ്ക്കകത്ത് കയറാതെ കുറച്ചു നേരം പുറത്ത് ചുറ്റിയടിച്ചു. പിന്നെ ഗുഹയുടെ ഒരു വശത്ത് ഇരിപ്പായി. കുറച്ചു നേരമായി ആരും അകത്തേക്ക് വരാതിരുന്നത് കണ്ട് സിംഹം പുറത്തു വന്ന് നോക്കി. അതായിരിക്കുന്ന ഒരു മുയൽ. സിംഹം മുയലിനെ അകത്തേക്ക് വിളിച്ചു. എന്താണ് സുഹൃത്തെ പുറത്തിരിക്കുന്നത്? അകത്തേക്ക് വന്നാലും തനിക്കായി ഞാൻ എന്താണ് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് കാണണ്ടേ? ഓ, എനിക്കത്ര തിരക്കൊന്നുമില്ല രാജാവേ. അകത്ത് പോയവരൊക്കെ പുറത്തു വരട്ടെ. എന്നിട്ട് മതി എനിക്കുള്ള സമ്മാനം. ആര് പറഞ്ഞു അകത്താളുണ്ടെന്ന്? എല്ലാവരും സമ്മാനവും വാങ്ങി തിരികെ പോയല്ലോ. അങ്ങനെയല്ലല്ലോ രാജാവേ. ഇതാ ഈ മണ്ണിൽ നോക്കൂ. കുറേ പേർ അകത്തേക്ക് കയറി പോയതിന്റെ കാൽപ്പാടുകൾ. അതിലൊന്നു പോലും തിരികെ വന്നതായി കാണുന്നില്ല. അവരെല്ലാം എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായി. അവരെ അന്വേഷിച്ച് ഒരു ആനക്കൂട്ടം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ട് അതിബുദ്ധിമാനായ മുയലിന് കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലായ സിംഹം വേഗം തന്നെ ഗുഹ വിട്ട് പേടിച്ചോടിപ്പോയി. പിന്നെ ആരും ദുഷ്ടനായ ആ സിംഹത്തെ കാട്ടിൽ കണ്ടിട്ടേയില്ല. ഒന്നാനാം കുന്നിൻ മേലെ പാറും പൂമ്പാറ്റേ, ഒന്നിങ്ങ് വന്നേ
ജോമി, നല്ല മഴ വരുന്നുണ്ട്, വേഗം അകത്തേക്ക് കയറ്. പേടിക്കണ്ട മോളെ, ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. അയ്യോ അമ്മേ, പ്രേതം. ഇത് പ്രേതമൊന്നുമല്ല. കണ്ണു തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതമെന്ന് വിളിച്ചു കളഞ്ഞല്ലോ. ഹഹാ, പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്, അല്ലേ ജോമി? ഡൺ. ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാ അച്ഛൻ ഒരു കഥ പറ. ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. എന്ത്? നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുമെന്നോ? അതെ, അതുകൊണ്ടാണ് കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. ആ, വന്നല്ലോ കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാ. പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ താമസിച്ചിരുന്നു. ഹായ്, ഒരു മുഴുത്ത മാനല്ലേ അത്. ഇവനെ പിടിച്ചാൽ കുറച്ചു ദിവസത്തേക്കുള്ള കാര്യം കുശാലാവും. സ്പീഡിൽ ഓടുന്ന മാനിനെ ഉണ്ടോ കുറുക്കനെ പിടിക്കാൻ കിട്ടുന്നു? മാൻ ഓടി കാട്ടിലേക്ക് മറിഞ്ഞു. മാനിന്റെ പൊടി പോലും കുറുക്കന് കിട്ടിയില്ല. അമ്മേ, എന്തൊരു ഓട്ടമാണ്. അടുത്ത ഒളിമ്പിക്സിൽ പോയി മത്സരിക്ക്, ഫസ്റ്റ് ഉറപ്പാ. അമ്മേ, തവളയെ കണ്ടതും കുറുക്കൻ സ്വയം പറഞ്ഞു, ഒന്നിൽ പിഴച്ചാൽ രണ്ടെന്നാണല്ലോ ചൊല്ല്. തവളയെങ്കിൽ തവള. വിശന്നിട്ട് വയ്യ. അവര് കുളത്തിലേക്ക് ചാടുന്നതിന് മുന്നേ തന്നെ ചാടിപ്പിടിക്കണം. ഇതുപോലെ ഒരു 10-20 എണ്ണത്തിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ വിശപ്പിനൊരു ആശ്വാസമായേനെ. ഇത് മൂക്കിൽ വലിക്കാൻ പോലും ഇല്ലല്ലോ. പെട്ടെന്നാണ് തവളകൾ കുറുക്കനെ കണ്ടത്. കുറുക്കനെ കണ്ടതും തവളകൾ കുളത്തിലേക്ക് എടുത്തു ചാടി. പുറകെയായി കുറുക്കനും. കുറുക്കൻ കുളത്തിലേക്ക് വീണു. മാൻ അൽഫാമും പോയി, തവള ഫ്രൈയും പോയി. ഇനി പച്ചവെള്ളം തന്നെ ശരണം. അമ്മേ, കാട്ടിലെ ഒരു മൃഗത്തിനും ഈ പാവം എന്നോട് ഒരു സ്നേഹവുമില്ല. ആരും എന്റെ അടുത്ത് പോലും വരുന്നില്ല. നീ എന്തിനാ കുരങ്ങച്ചാ ചിരിച്ചത്? നിന്റെ അടുത്തേക്ക് ആരും വരാത്തത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ബ്രോ. പിന്നെ എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ വലുത്.
പിന്നെ ഞാൻ കുരങ്ങൻ ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് ഓടി മറഞ്ഞു. അങ്ങനെ കുറുക്കൻ വീണ്ടും നിരാശനായി നടക്കാൻ തുടങ്ങി. ആ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ നിരാശയോടെ നടക്കുമ്പോഴാണ് ഒരു ഗുഹ കുറുക്കന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഗുഹയിൽ കയറി അല്പനേരം മയങ്ങാം. അത്രയും നേരം വിശപ്പറിയില്ലല്ലോ. രാത്രിയാവുമ്പോൾ ഇതിൽ താമസിക്കുന്ന ഏതെങ്കിലും മൃഗം വരും. അപ്പോൾ അവനെ ശാപ്പിടുകയും ചെയ്യാം. വാട്ട് ആൻ ഐഡിയ സർജി. അങ്ങനെ കുറുക്കൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഒളിച്ചിരുന്നു. അധികം താമസിയാതെ തന്നെ രാത്രിയായി തുടങ്ങി. എടാ, നമുക്കിനി നാളെ കാണാം. എന്നാൽ ശരി, ഞാൻ നാളെ രാവിലെ തന്നെ എത്താം. നീ റെഡിയായി നിൽക്കണേ. ഇതും പറഞ്ഞ് മുയൽ നടന്നു നീങ്ങി. പെട്ടെന്നാണ് മുയലിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. കരടി ബ്രോ, നിൽക്ക് നിൽക്ക്, അകത്തേക്ക് കയറാൻ വരട്ടെ. എന്താടാ, നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണോ? ശബ്ദമുണ്ടാക്കാതെ. നീ ഇത് കണ്ടോ? നിന്റെ ഗുഹയിലേക്ക് ആരോ പോയിട്ടുണ്ട്. തിരിച്ചു പോയ കാൽപ്പാടുകൾ ഇല്ലതാനും. അതിനർത്ഥം ഗുഹയ്ക്കുള്ളിൽ ആരോ ഉണ്ടെന്നല്ലേ? ശരിയാണല്ലോ. നിന്റെ ഗുഹയ്ക്കുള്ളിൽ ആരോ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ ഇപ്പോൾ തന്നെ അകത്തേക്ക് പോയാൽ അത് അപകടമാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും? അതിനെങ്ങനെ പുറത്താക്കും? കിട്ടിപ്പോയി ഐഡിയ. നീ പേടിക്കണ്ട, നമുക്കൊരു വഴി ഉണ്ടാക്കാം. കൗശലക്കാരനായ മുയൽ ഉടൻ തന്നെ ഒരു സൂത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് മുന്നിലേക്ക് നടന്നു ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഗുഹയെ, നിനക്ക് സുഖമല്ലേ? ഈ മുയലിനെന്താ വട്ടായോ? ഇവൻ എന്താ ജീവനില്ലാത്ത ഗുഹയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ ഗുഹേ, നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? നിനക്ക് എന്ത് പറ്റി? ഇന്ന് രാവിലെ പോകുമ്പോഴും നീ എന്നോട് നല്ലോണം സംസാരിച്ചതാണല്ലോ. പിന്നെ ഇതെന്ത് പറ്റി? ഇവൻ വീണ്ടും ഗുഹയോട് സംസാരിക്കുകയാണല്ലോ. ഇനി ഇത് സംസാരിക്കുന്ന ഗുഹയാണോ? ഇനി ഞാൻ ഉണ്ടായിട്ടാണോ ഗുഹ സംസാരിക്കാത്തത്? ഗുഹയ്ക്ക് പകരം ഇനി ഞാൻ സംസാരിച്ചു നോക്കിയാലോ? ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറി വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്താ? കരടിക്കുട്ട, ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇതാ കള്ള കുറുക്കനാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എന്റെ വീട്ടിൽ കൂടിക്കോ. നമുക്ക് ആനക്കുട്ടനോട് കാര്യം പറയാം. ബാക്കി അവൻ നോക്കിക്കോളും. വാ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും വേഗം തന്നെ ആനക്കുട്ടന്റെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങള് ധൈര്യമായി പോയിക്കോ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുയലിന്റെ ശബ്ദമൊന്നും പിന്നെ കേട്ടില്ലല്ലോ. ഒന്ന് പുറത്തു പോയി നോക്കാം. ആനക്കുട്ടൻ എന്നെ അനുഗ്രഹിക്കണം. നിന്നെ ഞാൻ അനുഗ്രഹിക്കാമടാ.